പെട്ടെന്നൊരു കല്യാണം, വീട് പാലുകാച്ച്, ബർത്ത്ഡേ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഗസ്റ്റായിട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഇത് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് നോർമൽ ഒരു ചുരിദാറാണ്. ഇത് കുറച്ച് സീക്വൻസ് വർക്കൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് വന്നിട്ട് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എത്ര ബിഗിനേഴ്സ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിത് ഫുൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ കുറച്ച് ഓപ്ഷണൽ സ്റ്റെപ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എങ്ങനെയാണ് ഈ ഒരു ലുക്ക് അച്ചീവ് ചെയ്യുന്നത്, എന്തൊക്കെ പൊടിക്കൈകളാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോയും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. ആരെങ്കിലും ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. ഞാൻ ഓൾറെഡി മേക്കപ്പൊക്കെ അങ്ങ് ഭയങ്കര കാര്യമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. കാര്യം വീഡിയോ ഓൾറെഡി കുറച്ച് ലെങ്തി ആണ്. അതുകൊണ്ട് ഞാനായിട്ട് ഇനി സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കുളിച്ചിട്ട് വന്നതാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ മുഖം ഒന്ന് നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ കഴുകുക. നമ്മൾ വെറും വെള്ളത്തിൽ കഴുകുക. കംപ്ലീറ്റ് ഓയിൽനെസ്സും ഒരു ഡേർട്ടും ഒരു ഫ്രഷ്നെസ് കിട്ടണം എന്നില്ല. നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ കഴുകുക. അതിനുശേഷം ഞാനിവിടെ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 2 തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നല്ല രീതിയിൽ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഒരു ചെറിയൊരു തണുപ്പൊക്കെ തന്ന് നന്നായിട്ടൊന്ന് നറിഷ് ചെയ്യാനും ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് തരാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റോസ് വാട്ടർ 2 തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഇവിടെ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഞാനിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞൊക്കെ എടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. കാര്യം ഓരോന്നിൻ്റെ പ്രൈസും ഡിസ്കൗണ്ടും എല്ലാം തന്നെ അറിയാനായിട്ട് പറ്റും. സോ ഞാനിവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ധാത്രിയുടെ ഒരു അലോവേര ജെല്ലാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജെല്ലാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. പക്ഷേ ഇതുപോലെ മേക്കപ്പിന് നമുക്ക് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ജെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഈ ഇടയായിട്ട് കിട്ടുന്നുണ്ട്. മുമ്പ് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ക്വാണ്ടിറ്റി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമുക്ക് സ്കിന്ന് ഡ്രൈ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ പറ്റി പിടിച്ചിട്ട് സ്പ്രെഡ് ആവാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഡ്രൈ സ്കിന്നിൽ ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഒട്ടിപ്പിടിച്ച് ഗ്ലൈഡ് ആവാണ്ടിരിക്കും. അപ്പം ഒരു ഭാഗത്ത് നല്ല കട്ടിക്കിരിക്കും, മറ്റ് ഭാഗങ്ങളിലോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. വിചാരിക്കും പോലെയല്ല, നല്ല പാടാണ്. നമുക്ക് ഫൗണ്ടേഷനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതും ഓൾറെഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത സ്കിന്നിൽ യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കളർ കറക്ഷനിലോട്ട് പോവാം. ഞാനിവിടെ കഴുത്തിലും മുഖത്തും നന്നായിട്ട് നമ്മുടെ അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ, നല്ല രീതിയിലൊരു ഹൈഡ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ആകുന്നില്ലേ? നമുക്കതുപോലെ നന്നായിട്ട് വർക്കാവും. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു പ്രൈമറായിട്ട് നമ്മൾ അലോവേര ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഏതെങ്കിലും പ്രൈമർ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. കാര്യം വേറെ മോയ്സ്ചറൈസർ മാത്രമായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഹൈഡ്രേഷൻ ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്. ഇൻസൈറ്റിൻ്റെ ഒരു കോണ്ടോർ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാം ഉണ്ട്. കൺസീലർ, കറക്റ്റർ, കോണ്ടോർ എല്ലാം ഉണ്ട്. എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പാലറ്റാണ്. പർപ്പിൾ യെല്ലോ ഒക്കെ വരുന്ന വേറൊരു പാലറ്റുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൺസീലർ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചധികം ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം എൻ്റെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടാകുന്നത് അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് ഓറഞ്ച് കറക്റ്റർ വെച്ച് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന്, നിങ്ങളുടെ ആ ഒരു ഡാർക്ക്നെസ് ഉള്ള ഭാഗത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ലൈറ്റ് സ്കിന്നുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാനും ഡാർക്ക് സ്കിന്നുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാനും വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് മാത്രം ഒരു ഗ്രേ ടിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. താടിയുടെ താഴ്ഭാഗത്തും ചുണ്ടിൻ്റെ സൈഡിലൊക്കെ കണ്ടോ നല്ല രീതിയിൽ ഡാർക്ക്നെസ്സിലെ അവിടെ മാറാനായിട്ട് ഞാൻ ആദ്യം ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യും. ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് ആ ഒരു
കളർ എടുത്തിട്ട് ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ സ്കിന്നിൻ്റെ ഓരോ ഭാഗത്തും ഓരോരോ മുഖത്തിൻ്റെ, സ്പെഷ്യലി മുഖമാണ്, മുഖത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോരോ നിറമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പ്രൊഫഷണൽസ് വന്നിട്ട് പലതരത്തിലുള്ള കൺസീലേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് പല ഷെയ്ഡ്സ് കണ്ണിൽ യൂസ് ചെയ്യുന്നതാവില്ല, നമ്മുടെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നെറ്റിയുടെ അവിടെയുള്ള പാട് അതൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരേ കൺസീലർ ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. പല പല കൺസീലേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അങ്ങനെയാണ് ഞാനും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഏതാണോ കറക്റ്റായിട്ട് തോന്നുന്ന ഷെയ്ഡ് അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഭാഗത്ത് കൈ വെച്ച് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് തൊട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചാണ് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. കാര്യം ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പോകുകയും ചെയ്യും, നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ണിൻ്റെ അവിടെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെയും വേണമെങ്കിൽ ഓറഞ്ച് കറക്റ്റർ ഇട്ട് കൊടുക്കാം, ഏതെങ്കിലും ഭാഗത്ത് കറുത്ത പാടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കാര്യം ഞാൻ ഓറഞ്ച് കറക്റ്റർ ഇടാണ്ട് ഒരു തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസീലർ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഓക്സിഡൈസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വ്യത്യാസം അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പോൾ മുതലാണോ ഓറഞ്ച് കറക്റ്റർ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, അതിനുശേഷം കുറേ നേരം കൂടെ എൻ്റെ കൺസീലർ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ നല്ല ആർട്ടിഫിഷ്യൽ അല്ലാത്ത നാച്ചുറലായിട്ടുള്ള ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത്. എനിക്ക് പോലും ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മേക്കപ്പ് ഇടുമായിരുന്നു. ഇതിനു വേണ്ടി മാത്രം പഠിക്കണ്ടേ നമ്മളിത്, അതിനു വേണ്ടി മാത്രം എല്ലാ ദിവസവും രാവിലെ കുളിച്ച ഉടനെ ഞാൻ മേക്കപ്പ് ഇടുമായിരുന്നു. വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഒന്നും പുറത്ത് പോയില്ലെങ്കിൽ പോലും ഞാൻ മേക്കപ്പ് ഇടായിരുന്നു. കാര്യം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഓറഞ്ച് കറക്റ്റർ ഇട്ടെടുത്ത് ഇത് ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. കറുത്ത പാടുകൾ, ഭയങ്കര ഡീപ്പായിട്ടുള്ള കറുത്ത പാടുകൾ ഇല്ല, ചെറിയൊരു കളർ ഡിഫറൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് കറക്റ്ററിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിട്ടിട്ട് പിന്നെ കൺസീലർ പിന്നെ അതിനുശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ മേബ്ലിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മേബ്ലിൻ ഫിറ്റ് മീയുടെ തന്നെയാണ്, എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് തീർന്നപ്പോൾ ഞാൻ ഇത് വാങ്ങി. അപ്പം ഇത് സെയിം ഷെയ്ഡാണ് ഞാൻ വാങ്ങിയത്. ആകെ കൂടെ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെനിക്ക് കുറച്ചൊന്ന് ലൈറ്റർ ആയതുപോലെ തോന്നുന്നു. ഞാൻ കുറച്ചുകൂടെ ഡാർക്ക്, എൻ്റെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്കായെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ സ്കിൻ കെയറൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് സ്കിൻ നന്നായിട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ എനിക്കിതാണ് ശരിക്കും മാച്ചായിട്ടുള്ള ഷെയ്ഡ്, അത് കറക്റ്റായിട്ട് വന്നോളും. ഈ കൺസീൽ ചെയ്ത ഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ മതി. അവിടെ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ. കാര്യം നന്നായിട്ട് തന്നെ നമ്മുടെ കൺസീലർ നല്ലൊരു കവറേജ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കവിളിൻ്റെ അവിടെയൊക്കെ ഫൗണ്ടേഷൻ നെറ്റിയുടെ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ഒന്ന് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടല്ലോ, സ്പഞ്ച്, അത് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് പ്രോഡക്റ്റാണ് എടുക്കുന്നത്. കുറച്ച് പ്രോഡക്റ്റ് എടുക്കാൻ കാര്യം വേറൊന്നുമല്ല, നന്നായിട്ട് നമ്മുടെ സ്കിന്നിലൊരു സ്കിൻ ലൈക്ക് ടെക്സ്ചർ തരും. പൊട്ടിയടിച്ച പോലെ ഒന്നും ഉണ്ടാവാതെ വളരെ സട്ടിലായിട്ടുള്ള നമ്മുടെ സ്കിന്ന് പോലെ തന്നെ തോന്നുന്ന മേക്കപ്പിന് ഫൗണ്ടേഷൻ എത്രയോ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഇത് നന്നായിട്ട് കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇച്ചിരി കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഒരുപാട് യൂസ് ചെയ്യേണ്ട, ഒരുപാട് യൂസ് ചെയ്താൽ അത് ഭയങ്കര ഒലിച്ചു തുടങ്ങാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഓവറല്ലേ, നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിൽ കൂടുതൽ ഇത്രയും പ്രോഡക്റ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും വീണ്ടും എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് നോക്കിയിട്ട്. പിന്നെ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷെയ്ഡ് ലൈറ്ററായിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, ഒരു പൊടിക്ക് മാത്രം നമുക്ക് ലൈറ്ററാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു എക്സ്പേർട്ടിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അവർ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അടിപൊളിയാണ് വീഡിയോസൊക്കെ തന്നെ. അപ്പോൾ ഞാൻ അതിൽ കണ്ടതാണ്, ഒരു പൊടിക്ക് ലൈറ്ററായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ഓക്സിഡൈസ് ആയി എയറുമായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ വരുമ്പം കറക്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡായിട്ട് മാറും.
അതല്ല നമ്മൾ എക്സാക്റ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മേ ബി ഓക്സിഡൈസ് ആകുമ്പോൾ ഒന്ന് ഡാർക്കർ ആവാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫൗണ്ടേഷൻ ഒരു പൊടിക്ക് ലൈറ്ററായിട്ടുള്ളത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഫൗണ്ടേഷൻ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ പതിയെ മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇട്ടിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ അങ്ങനെ മിക്സായി കൊളാക്കരുത്. അതുകൊണ്ട് വളരെ പതിയെ ഒന്ന് നമ്മൾ എന്താണ് എവിടെയാണ് ഇട്ടതെന്ന് നമുക്കറിയാമല്ലോ, അതൊക്കെ അങ്ങനെ തൊടാതെ അങ്ങനത്തെ രീതിയിൽ വേണം ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അധികം സംസാരിച്ച് ശീലമില്ലാത്ത ടോപ്പിക് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ മേബ്ലിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 128 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറും ഞാൻ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ എനിക്കത് കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കോമ്പാക്ട് പൗഡറും ഇത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോമ്പാക്ട് പൗഡർ ഇത് കുറച്ച് ഡാർക്കറായിട്ട് തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഓക്കെയാണ്, നന്നായിട്ട് തന്നെ സ്കിന്നുമായിട്ട് അടിപൊളിയായിട്ട് മാച്ചായി പോകുന്നുണ്ട്. ഇച്ചിരി നമുക്ക് ഇടുന്ന സമയത്തൊന്ന് ലൈറ്ററായിട്ട് തോന്നും, അത് സാരമാക്കണ്ട. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നുമായിട്ട് അതങ്ങനെ സെറ്റായി വന്നോളും. പലരും കോമ്പാക്ട് പൗഡർ സ്കിപ്പ് ചെയ്യാറാണുള്ളത്, പക്ഷേ എനിക്ക് കോമ്പാക്ട് പൗഡർ ഇടുന്നത് ഇഷ്ടമാണ്. എൻ്റേത് എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഓയിലി ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്ത സ്ഥലത്തും ചെയ്യാത്ത സ്ഥലത്തുമുള്ള വ്യത്യാസം കണ്ടോ? എൻ്റെ സ്കിന്നിന് നന്നായിട്ട് അത് വർക്ക് ആവാറുണ്ട്. കാര്യം ആ ഒരു ഓയിലിനെസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഓയിൽ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ ഓയിലായി അങ്ങനെ ഇരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ പൗഡർ വെച്ചൊന്ന് പഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഓയിലിനെസ് ഒന്നൊരു മാറ്റ് ഫിനിഷ് തരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇത് ആക്ച്വലി മാറ്റ് കോമ്പാക്ട് പൗഡറാണ്, അതുകൊണ്ടാണ് ആ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് തരുന്നത്. ഒത്തിരി ഡൂയി ആയിട്ടും എനിക്കിഷ്ടമല്ല, ഒത്തിരി മാറ്റായിട്ടും ഇഷ്ടമല്ല, അതിനിടയ്ക്ക് നിൽക്കണം. ഇപ്പോൾ കാണുമ്പോൾ ഇത്ര മാറ്റായിട്ട് ഫേസ് തോന്നും എന്നുണ്ടെങ്കിലും കഴിയുമ്പോൾ വിയർപ്പും എണ്ണമയമൊക്കെ ആയിട്ട് സാധാരണ പോലെ ഒരു ഗ്ലോയിങ് സ്കിന്ന് നാച്ചുറലി കിട്ടിക്കോളും. ഭയങ്കര ചൂടാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിയർക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഐബ്രോ പെൻസിലാണ്. സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്, ADSൻ്റെ ആണ്. 10-15 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് ഞാനിവിടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം നമുക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ ത്രെഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും എനിക്ക് പറ്റാറില്ല. കാര്യം ഭയങ്കര പരന്ന പുരുകമാണ് എൻ്റെ അത്, അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പെട്ടെന്ന് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റാറില്ല. നിങ്ങളങ്ങനെ ത്രെഡ് ചെയ്യാറേ ഇല്ല എന്നുണ്ടെങ്കിൽ, ഐബ്രോ നിങ്ങൾ തൊടാറ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ വിട്ടേക്കോ, ഒരു പ്രശ്നമില്ല. ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ചിലർ അതുകൂടി ചെയ്യാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിർബന്ധമില്ല, നിങ്ങൾ ഏതൊക്കെ സ്റ്റെപ്സാണോ സ്കിപ്പ് ചെയ്യാറുള്ളത് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ എന്നിട്ടൊരു സ്പൂളി വെച്ച് ഒന്ന് ബ്രഷ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഐ ലുക്ക് ചെയ്യാം. വേറെ ഒന്നും തന്നെ ഞാൻ ക്രീസ് കട്ടിങ്ങോ മുകളിലൊരു കളർ താഴെ ഒരു കളർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ലുക്കാണ്. എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബേൺഡ് പിങ്ക് എന്ന് വെച്ചാൽ റെഡ് അല്ല, അങ്ങനത്തെ ഒരു പിങ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാനിവിടെ കണ്ണിൻ്റെ ആ ഒരു ആർച്ച് വരത്തില്ലേ, ഐലിഡ്സിൻ്റെ മേലിൽ അവിടെ മാത്രം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കണ്ണിലും ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൈവച്ച് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പിങ്ക് ടിൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. ഒരു ഷിമറുള്ള ഒരു ഷെയ്ഡാണ്, അതുകൊണ്ട് തന്നെ ഒരു തിളക്കം എന്തായാലും ഉണ്ടാവും. പിന്നെ അടുത്തായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലാക്മേയുടെ തന്നെ യൂണിവേഴ്സൽ ഐലൈനർ, ഡാസ്ലറിൻ്റെ അല്ലെങ്കിൽ ലാക്മേയുടെ ആണ് എല്ലാവരുടെ കയ്യിലുള്ള ഐലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്, ഒത്തിരി കട്ടിയായിട്ടല്ല, തിന്നായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി കട്ടിയായിട്ട് വരച്ചു കൊടുക്കുന്നതിനേക്കാളും തിന്നായിട്ടുള്ള ഐലൈനർ ലുക്കാണ് നല്ല പോപ്പുലറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിന്നായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കണ്ണെഴുതണം എന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കാം. ഞാനങ്ങനെ കണ്ണെഴുതുന്ന ആളല്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്തു കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. അടുത്തതായിട്ട് മാർസിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു മസ്കാരയാണ്, പക്ഷേ ഇത് പുതിയതായതുകൊണ്ട് പ്രോഡക്റ്റ് ഇങ്ങനെ എക്സസ് ആയിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. സോ ഞാനിങ്ങനെ മാറ്റി പിടിച്ചിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ആ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫേസിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ബ്രഷ് ചെയ്യുന്ന സമയത്തോ ചെറിയ ഒരു തുള്ളിയാണെങ്കിൽ പോലും അത് നമ്മുടെ സ്കിന്നിൽ അറിയാനായിട്ട് പറ്റും, ഒരു ഡാർക്ക്നെസ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് മാറ്റി പിടിച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത്
ഓപ്പൺ ചെയ്തെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചിലർ ചെയ്യുന്നത് ആദ്യം തന്നെ ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മുടെ ഫേസ് മേക്കപ്പ് ചെയ്യുന്നത്. എനിക്കും അത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത തവണ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തതിന് ശേഷം ബേസ് മേക്കപ്പ് എല്ലാം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് പറ്റും. ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, നമുക്ക് എപ്പോഴും ഹാബിറ്റ് തന്നെയല്ലേ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ് ബാമാണ്. ലിപ് ബാം നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ലിപ്സിലൊരു ചെറിയ മുറിവുണ്ട്, അത് കാരണം ഞാൻ കൂടുതലായിട്ട് ലിപ്സിൽ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ മാർസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറയുന്ന ഷെയ്ഡാണ്, നല്ല അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ്. ആ ഒരു ലിപ്പ് ലൈനറിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ന്യൂഡ് ലിപ്സ്റ്റിക് ആയിട്ട് കിട്ടും. ഞാനിവിടെ സ്പ്രെഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഡോട്ട് ചെയ്ത് മാത്രമാണ് കൊടുക്കുന്നത്. നല്ലൊരു ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടമായി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇത് പോരാൻ തോന്നിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ഇതാണ്. നമുക്ക് ഏറ്റവും മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ പൊട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ മുടിയൊക്കെ നേരത്തെ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. പിന്നെ ജിംക, കമ്മൽ ഒക്കെ ആഭരണ വിഭൂഷിതയായി. കാര്യം കല്യാണത്തിന് പോകുമ്പോൾ നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങി പോകണമല്ലോ, അതുകൊണ്ട് തന്നെ ജിംകയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട്. സത്യം പറഞ്ഞാൽ സാരിക്കാണ് ജിംക കുറച്ചുകൂടെ നന്നായിരിക്കുന്നത്. ചുരിദാറിനാണെങ്കിൽ നമ്മൾ ഈ ചാന്ദ്ബാലി ഇയറിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നി. പക്ഷേ എൻ്റെ റെഡ് കളർ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജിംക തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ലുക്കാണ്. നേരിട്ട് കാണുമ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഈ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ലോക്കൽ ഷോപ്പിൽ നിന്ന് 1.5 വർഷം മുന്നേ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. ചിക്പെട്ടിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനെ ഇത് ഏറ്റവും അവസാനത്തെയാണ്, റെഡ് ഞാൻ വച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തപ്പോൾ കല്യാണത്തിൻ്റെ മേക്കപ്പ് ലുക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതെടുത്തിട്ടതാണ്. ഒരു ഗ്രേ കളർ ഷോളും റെഡ് കളർ സൽവാറുമാണ് വന്നേക്കുന്നത്. ഫുൾ ലുക്ക് ഞാൻ വന്നിട്ട് ഷോർട്സിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം, കാര്യം ഞാനത് എഡിറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഷോർട്സിൽ കൊടുക്കാം അല്ലേ. ഞാൻ ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ നന്നായിട്ട് തളർന്നിട്ടുണ്ട്. വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉടനെ ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം.